നമ്മൾ ഒരിക്കലെങ്കിലും വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു റൂട്ടാണ് കേട്ടോ ഇത്. കാരണം ഈ റൂട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഉള്ള കാഴ്ചകൾ അതിമനോഹരമാണ്. ഇത് വട്ടവട റൂട്ടാണ് കേട്ടോ. നമ്മളിപ്പോൾ വട്ടവടയും തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൂടെയുള്ള വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ FC-യും പിന്നെ ഒരു ഹിമാലയൻ 411. നമ്മുടെ FC-ക്ക് ചെറിയ മിസ്സിങ് ഉണ്ടായിരുന്നു. നമ്മുടെ ചിലന്തിയാർ തിരിച്ച് കയറി കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല ഓഫ് റോഡും ആണ്, അതുപോലെ തന്നെ നല്ല കുത്തനെയുള്ള കയറ്റമായിരുന്നു. അപ്പോൾ ചെറുതായിട്ട് മിസ്സിങ് കാര്യങ്ങളൊക്കെ അടിച്ചു. പക്ഷെ എന്നാലും ഇപ്പോൾ ഈ റേസ് ചെയ്ത് വണ്ടി കയറി പോകുന്നു. പിന്നെ അത്രയും പ്രശ്നം ഉണ്ടായില്ല. അപ്പോൾ ഇത് FC-ക്ക് മാത്രമല്ല മിക്ക വണ്ടികൾക്കും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയുള്ളവർ താഴെ നിന്ന് കമൻ്റ് അടിക്കണം കേട്ടോ, ആർക്കൊക്കെ ഇത് ഇങ്ങനെ വന്നിട്ടുണ്ടെന്നുള്ളത്. നമ്മളിപ്പോൾ അത്യാവശ്യം നല്ല സ്പീഡിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം ബാക്കിലൊക്കെ ആൾക്കാരുണ്ട്, നല്ല ബ്ലോക്കായിരുന്നു. പുറകിൽ ഇഷ്ടംപോലെ വണ്ടി പുറകെ വെച്ച് പിടിച്ച് വരുന്നുണ്ട്. ഇപ്പോൾ ഹിമാലയനാണല്ലോ അത്യാവശ്യം നല്ല സ്പീഡിലാണ് അവൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഞാൻ മാക്സിമം അവൻ്റെ പുറകെ പിടിക്കാൻ നോക്കുന്നുണ്ട്. വണ്ടി ഏതായാലും ഇപ്പം മിസ്സിങ് കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം കൈ കൊടുത്തിട്ട് കയറി പോകുന്നുണ്ട്. ഞാനിപ്പോൾ 80-85 അതിലൊക്കെയാണ് വെച്ച് പിടിച്ച് പൊയ്ക്കൊണ്ടിരിക്കണേ. വണ്ടിക്ക് വേറെ മിസ്സിങ് അല്ലെങ്കിൽ വലിവ് കുറവായിട്ടൊന്നും ഫീൽ ചെയ്യണമൊന്നുമില്ല. ഞാൻ അത്രയും ഈ ലോങ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഓടിച്ച് സ്റ്റോപ്പ് ചെയ്യാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഓടിക്കുമ്പോൾ ആ ഒരു ഇതുള്ളൂ. പിന്നെ ഈ അത്യാവശ്യം നമ്മൾ ഹൈ റേഞ്ചിൽ ഈ കയറ്റത്തേട്ടൊക്കെ കയറി കഴിയുമ്പം ബ്രീത്തിങ്ങിനൊരു ഇഷ്യൂ വരും വണ്ടിക്ക്. അതുകൊണ്ടൊരു മിസ്സിങ് ആണ്. അപ്പോൾ ഞാൻ തിരിച്ച ചിലഞ്ചാറ് കയറിയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വണ്ടി ഓഫായിട്ടില്ല, പക്ഷെ വലിയ മുട്ടിപ്പോയി. ഇപ്പോൾ റേസ് ചെയ്ത് കയറ്റിയാൽ കയറും, അല്ലാണ്ട് വേറെ ഇതുവരെ വഴി കിടക്കേണ്ട അവസ്ഥയൊന്നും വന്നിട്ടില്ല. അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് 30 കിലോമീറ്റർ സ്പീഡ് ലിമിറ്റ് കൊടുത്തേക്കുന്നത്. നമ്മൾ 30-ലൊന്നും അല്ല പോകുന്നത്. പക്ഷെ അത്യാവശ്യം എന്താ വെച്ചാൽ നല്ല വളവുകളും കാര്യങ്ങളൊക്കെ. വണ്ടി പെട്ടെന്ന് കയറി വന്നാൽ ഒന്നത് വഴിക്ക് വീതി ഇല്ലല്ലോ. റൈഡിങ് നല്ലപോലെ എൻജോയ് ചെയ്യാം കേട്ടോ ഈ റൂട്ടിൽ. നല്ല വ്യൂ ഒക്കെ കണ്ട് അടിപൊളിയായിട്ട് റൈഡിങ് എൻജോയ് ചെയ്ത് ഓടിക്കാം. ബ്ലോക്കില്ലെങ്കിൽ സെറ്റാണ്. ബ്ലോക്കിലൊക്കെ പെടാണ്ടിരുന്നാൽ മതി. ഇത്രയും വെയിലുണ്ടായിട്ട് പോലും ഈ റൂട്ടിലെ കാഴ്ചകൾ ഭയങ്കര മനോഹരമാണ്. ശരിക്കും ചെറിയ മഴയും കോടയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇച്ചിരി കൂടി അടിപൊളിയായിരുന്നു. അതൊക്കെ പ്രതീക്ഷിച്ചാണ് വന്നത്. കുഴപ്പമില്ല. ശരിക്കും പെട്ടു. കാരണം നല്ല ബ്ലോക്കാണ്. ഫ്രണ്ടിലൊരു ബസ്സുണ്ട്. ഇവിടെ ഏറ്റവും വലിയ സീൻ അതാണ്. ബസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഒതുക്കാൻ സ്ഥലമില്ല. ഒന്നാമത് ഈ റോഡ് ചെറിയ റോഡാണ്. അപ്പം അടുത്തടുത്ത് വളവായിട്ട് നമുക്ക് ഓവർടേക്ക് ചെയ്ത് പോകാൻ പറ്റില്ല. നല്ല തിരക്കാണ്. വണ്ടി ഇങ്ങനെ എപ്പോഴും കയറി വന്നുകൊണ്ടിരിക്കുക. ഈ ബസ് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് നമ്മൾ ആകെ പെട്ടിരിക്കണം. ഒതുക്കുവാണ് വണ്ടി. ഒരു FC ആണല്ലോ നമ്മുടെ മുമ്പ് കയറി പോണേ. ഇവിടെ സൈഡിലൊക്കെ ബസ് ഒതുക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. നല്ല വണ്ടികൾ ഇഷ്ടം പോലെ സൈഡിൽ ഒതുക്കിയിട്ടിട്ടുണ്ട്. ഒന്നാമത് ഈ ബസ് കണ്ടോ, ഇഷ്ടം പോലെ ബസ്, ഒത്തിരി വണ്ടി ഇട്ടിട്ടുണ്ട്, ഒത്തിരി ബസ് ഉണ്ട്. ശരിക്കും ഈ ബസ് ഉള്ളതുകൊണ്ട് ഭയങ്കര പാടാണ്. എത്ര വണ്ടിയാണെന്ന് നോക്കിയാറോ. ഇതുണ്ടോ, ഇതിൻ്റെയൊക്കെ പുറകെ പെട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓവർടേക്ക് ചെയ്ത് കയറൽ ഭയങ്കര പാടാണ്. അതുകൊണ്ട് നമ്മൾ കുത്തിക്കേറി പൊയ്ക്കൊണ്ടിരിക്കുക. MT ആണല്ലോ പോണേ. നല്ല ബ്ലോക്കാണ് കേട്ടോ. പക്ഷെ എൻ്റെ പൊന്നോ, നല്ല ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നല്ല ബ്ലോക്കാണ്. ബൈക്കായണ്ട, ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാറിനൊക്കെ വന്നെങ്കിൽ പെട്ടു. ഇങ്ങനെ കിടക്കണം, മണിക്കൂറോളം ഇവിടെ ഇങ്ങനെ കിടക്കേണ്ട വിചാരിച്ച്. ഫ്രണ്ടിൽ മിക്കവാറും ഏതെങ്കിലും വലിയ വണ്ടി, മിക്കവാറും ബസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനെ ഇത്രയും ബ്ലോക്ക് വരില്ല. ഈ വലിയ വണ്ടി ഫ്രണ്ടിൽ കിടക്കണോണ്ടാണ് ഈ പറഞ്ഞാൽ ഇതുപോലെ ബ്ലോക്ക് വന്നത്. നമുക്ക് കയറി ഓവർടേക്ക് ചെയ്ത് പോകാനും പറ്റില്ല, അതിനുള്ള റോഡും ഇല്ല. ബൈക്കായതുകൊണ്ട് പിന്നെ സമാധാനമുണ്ട്, കുത്തിക്കേറി പോകാം, നമ്മുടെ ടൈം കളയണ്ട. ഈ വ്യൂ നോക്കിയേ, ഈ വ്യൂ എന്ത് മനോഹരമാണ് നോക്കി. ഈ തേയിലയുടെയൊക്കെ എൻ്റെ അമ്മ രക്ഷയില്ല കേട്ടോ. നമ്മളങ്ങനെ എന്തായാലും ബ്ലോക്കിൽ നിന്ന് രക്ഷപ്പെട്ട് പോകും. ഇപ്പം എന്താ പറയുക, ബ്ലോക്കില്ലാത്തതുകൊണ്ട് ഫ്രണ്ടിൽ കുറച്ച് ബൈക്കുകൾ പോകുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ട്സ് അല്ലാണ്ട് വേറെ ബൈക്കുകൾ പോകുന്നുണ്ട്. അത്യാവശ്യം എല്ലാവരും വെച്ച് പിടിച്ച് നല്ല സ്പീഡിലാണ് പോകുന്നത്. വേറെ ഒന്നുമല്ല, അവർ പുറകെ വന്ന വണ്ടികളൊക്കെ കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പെട്ടുപോകും, നമുക്ക് പോകാൻ പറ്റില്ല, ബ്ലോക്കാവും. ഒരു വിധത്തിലാണ് അവിടെ നിന്ന് കുത്തി കയറി ബ്ലോക്കിൽ കൂടെ എസ്കേപ്പായി വന്നത്. ഇപ്പോൾ ഇങ്ങോട്ട് മാറിയപ്പോൾ സത്യം പറഞ്ഞാൽ എന്താ പറയുക, ഒരു ഫ്രീ ആയ പോലെ ഉണ്ട്. ഭയങ്കര വേറെ ഒത്തിരി വണ്ടികളും ഇല്ല, നല്ല അടിപൊളി വ്യൂവും, എന്താ പറയുക, ഒരു രക്ഷയില്ല. നല്ലപോലെ എൻജോയ് ചെയ്ത് വണ്ടി ഓടിക്കാൻ പറ്റുന്ന റൂട്ടാണ് കേട്ടോ ഇത്. അവനെൻ്റെ വീഡിയോ എടുക്കുകയാണ് കേട്ടോ. എന്തായാലും റൂട്ട് ഒരു രക്ഷയില്ല. പക്ഷെ എൻ്റെ പൊന്നെ, അതെന്താണോ പോയത്. അവൻ ആ വീഡിയോയിൽ കയറി കവാസാക്കിയുടെ Z900 ആണ് കേട്ടോ പോയത്. എൻ്റെ അമ്മോ, അവൻ എന്ത് പോക്കാണ് പോണേ.
നമ്മുടെ വണ്ടിയുടെ ആ ഒരു പമ്മൽ അങ്ങോട്ട് മാറി കേട്ടോ. വണ്ടി അത്യാവശ്യം നല്ല വണ്ടി അങ്ങോട്ട് വലിക്കുന്നില്ലായിരുന്നു. എന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കാർബറേറ്റർ വണ്ടിയാണ്. അപ്പം നമ്മൾ കുറച്ച് കിലോമീറ്ററൊക്കെ ഓടി കഴിയുമ്പോൾ ഒന്ന് പയ്യെ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് അങ്ങനെയൊക്കെ പോകണം. നമ്മൾ അങ്ങനെ വണ്ടി നിർത്തുമോ, വണ്ടിക്കൊരു എഞ്ചിനൊരു റെസ്റ്റ് കൊടുക്കുകയൊന്നും ചെയ്തില്ല, കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് ഓടിച്ചു. അപ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, വണ്ടി അങ്ങ് വലിയുന്നില്ലായിരുന്നു. ഇപ്പോൾ അത് സെറ്റായി. ഇപ്പോൾ വണ്ടി കൈ കൊടുക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് വലിച്ച് കയറി പോകുന്നുണ്ട്. 80-90 കേസ് ആയിട്ട് കയറി പോകുന്നുണ്ട് കേട്ടോ. അത് വേറെ കൊണ്ടല്ല, ഈ കാർബറേറ്റർ ആയതുകൊണ്ടാണ്. ഈ കാർബറേറ്റർ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു സീൻ വരുന്നുണ്ട്. FI ആണെങ്കിൽ നമുക്ക് അത്രയും ഇഷ്യൂ വരില്ല, കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് റൈഡ് ചെയ്യാം. എങ്ങും വണ്ടിക്ക് അങ്ങനെ റെസ്റ്റ് കൊടുക്കേണ്ട ആവശ്യമൊന്നും വരില്ല. അത്യാവശ്യം വണ്ടി ഞാൻ കയറി പൊക്കോളും, വലിയ ബുദ്ധിമുട്ട് വരില്ല. ഈ വണ്ടിയുടെ പുറകെ പിടിക്കാൻ ഇച്ചിരി പാട് പെട്ടായിരുന്നു. ഇപ്പോൾ പിന്നെയും കയറി പോകുന്നുണ്ട്. പിന്നെ ഈ വേറെ വണ്ടികളൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. എന്നുവെച്ചാൽ ഒന്നാമത് ഈ ബസ്സൊക്കെ വന്നു കഴിയുമ്പോൾ ഗ്യാപ്പില്ലല്ലോ, ഓപ്പോസിറ്റ് വന്ന വണ്ടി കയറി വരുന്നതിന് മുമ്പ് ഓവർടേക്ക് ചെയ്ത് പോകുന്നുണ്ടേ. ഹിമാലയനാണെങ്കിൽ പിന്നെ പെട്ടെന്ന് ക്രോസ് ചെയ്ത് കയറി അടിച്ച് പോകും, കാരണം അത് 400 cc ഉണ്ട്. പിന്നെ അതിൻ്റേതായിട്ടുള്ള എന്താ പറയുക, വലിയ ടൈമൊന്നുമില്ല, നല്ല ത്രോട്ടൽ റെസ്പോൺസാണ്. വണ്ടി പെട്ടെന്ന് കയറി അടിച്ച് ക്രോസ് ചെയ്ത് പോകാൻ പറ്റും. ഈ വണ്ടി 150 cc ഉള്ളതുകൊണ്ട് അതിൻ്റേതായ പെർഫോമൻസ് വണ്ടി തരുന്നുണ്ട് കേട്ടോ. വണ്ടി 150 cc പെർഫോമൻസ് വണ്ടി തരുന്നുണ്ട്. പക്ഷെ നമുക്ക് ഈ കാർബറേറ്റർ ആയതുകൊണ്ട് ഇത്ര ലോങ് വരുന്നതുകൊണ്ട് അതിൻ്റേതായ ചെറിയ പോരായ്മകൾ ഉണ്ട്. അപ്പം ചെറിയ മിസ്സിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്രയും പെട്ടെന്ന് നമുക്ക് കയറി ക്രോസ് ചെയ്യാൻ പറ്റില്ല ബസ്സൊക്കെ ആ ഫ്രണ്ടിൽ പോകണമെങ്കിൽ. ആ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഇച്ചിരി സീനായിരുന്നു. അത്യാവശ്യം നല്ലപോലെ കോർണർ ചെയ്ത് ഓടിക്കുക കേട്ടോ. അതുപോലെ വളവാണ്, അടുത്തടുത്ത് വളവാണ്. പക്ഷെ സൂക്ഷിക്കണം കണ്ടോ, ഇവിടെ അത്യാവശ്യം സൈഡിൽ നല്ലപോലെ ഈ പൊടിമണ്ണ് ചരലില്ലേ, പൊടിമണ്ണ് ചരൽ അത് ഒത്തിരി ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കാണ്ടൊക്കെ എടുത്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വണ്ടി ടയർ സ്ലിപ്പാവും, വീഴും. അമ്പോ ഏതാ ലുക്ക് നോക്കി, അമ്പോ മൗണ്ടൻസ് ഒന്നും ഒരു രക്ഷയില്ല. മൗണ്ടൻസിൻ്റെ വ്യൂ ഒക്കെ അമ്പോ അടിപൊളിയാണ്. ഇവിടെ പല സ്ഥലങ്ങളിലും മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. ഇപ്പം ഞാൻ പല സ്ഥലത്തായിട്ട് ഇങ്ങനെ കണ്ടു, നല്ലപോലെ ശരിക്കും അത്യാവശ്യം നല്ല രീതിക്ക് റോഡ് മൂടി പോകാൻ പാത്രമുള്ള മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇത് റിക്കവർ ചെയ്ത് മണ്ണെല്ലാം മാറ്റി എടുത്തേക്കണതാണ്. അപ്പോൾ ശരിക്കും ഇവിടെ വരേണ്ട ടൈം നമുക്ക് ശരിക്കും ഇതിൻ്റെ ഒരു പൂർണ്ണ ഭംഗിയിൽ ഈ പ്ലേസ് കാണാൻ പറ്റും. അത്യാവശ്യം നല്ലപോലെ മഴയൊക്കെ ഉള്ള ടൈമിൽ വന്നാലാണ്, കാരണം അതുപോലെ കോടയും കാര്യങ്ങളും കിട്ടും. വേറെ ലെവലായിരിക്കും പ്ലേസിൻ്റെ ഒരു ഭംഗി. പക്ഷേ ആ ടൈമിൽ വരുമ്പോൾ അത്യാവശ്യം ഡേഞ്ചറാണ്, കാരണം ഇതുപോലെ മണ്ണിടിച്ചിൽ കാര്യങ്ങളൊക്കെ അപ്പോൾ ശരിക്കും ഒത്തിരി നടക്കണ ഒരു സ്ഥലമാണ്. അപ്പം സൂക്ഷിച്ചും കണ്ടൊക്കെ വന്ന, ഇല്ലെങ്കിൽ നമുക്ക് കണ്ടോ ഇവിടെ കണ്ടോ, ആ റൈറ്റ് സൈഡിൽ കണ്ടോ, അവിടെ ശരിക്കും മണ്ണ് ഒത്തിരി ഇടിഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ അത്യാവശ്യം ഡേഞ്ചർ സ്പോട്ടും കൂടിയാണ്. എന്തായാലും ഈ റൂട്ട് ബൈക്കുമായിട്ട് വന്ന് എല്ലാവരും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക, അത്ര അടിപൊളി റൂട്ടാണ്. പിന്നെ ഒരു കാര്യം, എൻ്റെ FCയുടെ വീഡിയോസ് കണ്ട് ഒത്തിരി പേര് എന്നെ വിളിക്കുന്നുണ്ട്, മലപ്പുറത്തുനിന്നും അവിടെ നിന്ന് ഇവിടുന്ന് കുറേ ആൾക്കാർ വണ്ടിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയാൻ വേണ്ടി വിളിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് കാര്യങ്ങൾ കൊടുക്കാം, അതിലേക്ക് മെസ്സേജ് ഇട്ടാൽ മതി എനിക്ക്. നമ്മുടെ ഈ സെയിം നെയിം തന്നെയാണ് ഇൻസ്റ്റാഗ്രാമിലും, ഐഡി ലിസ്റ്റർ തന്നെയാണ് പേര്. അവൻ അത്യാവശ്യം നല്ല രീതിക്ക് വെച്ച് പിടിച്ച് പോകുന്നുണ്ട് കേട്ടോ. അവൻ്റെ പുറകെ പിടിക്കട്ടെ, നല്ലപോലെ കൈ കൊടുത്താൽ പോകുന്നത്. വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്താ പറയുക, ഒരു രക്ഷയില്ല. നല്ലപോലെ കോർണർ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ, വണ്ടികളൊന്നുമില്ല. പക്ഷെ എൻ്റെ പൊന്നെ, അത് കണ്ടോ, അത് എൻ്റെ പൊന്നെ, അവിടെ ശരിക്കും അവിടെ മണ്ണിടിച്ചിലുണ്ടായിട്ട് റോഡിൻ്റെ പകുതി പോയേക്കുവാണ്. അടിഭാഗത്തുനിന്ന് റോഡിൻ്റെ പകുതി മണ്ണ് പോയേക്കും. അവിടെ ഒരു റെഡ് കമ്പ ഒരു കുത്തി വെച്ചിട്ടുണ്ട്, റെഡ് കൊടി. ശരിക്കും അത് കാണാൻ പറ്റില്ല, അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് ഭയങ്കര ഡേഞ്ചറാട്ടോ. കാരണം ഇപ്പോൾ ഞാൻ തന്നെ അത് അടുത്തെത്തിയപ്പോഴാണ് ശ്രദ്ധിച്ചത്. അതിൽ ചെന്ന് ചാടും, നമ്മളത് ശ്രദ്ധിക്കാണ്ട് പോയി കഴിഞ്ഞാൽ പണി കിട്ടും, ഉറപ്പായിട്ടും അതിൽ ചെന്ന് ചാടും. അത് ഇച്ചിരി സീനാണ്. നോക്കിയും കണ്ടും ഈ റൂട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല, അത്യാവശ്യം ഡേഞ്ചറസ് ആണ്. നോക്കിയും കണ്ടും പോയില്ലെങ്കിൽ ഉറപ്പായിട്ടും പണി കിട്ടും. എന്തായാലും രക്ഷപ്പെട്ടു, അതിൽ ചെന്ന് ചാടിയില്ലോ. റോഡും മണ്ണും കൂടി ഇടിഞ്ഞു പോയേക്കുക. പക്ഷെ എന്താല്ലേ.